അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ സഹിതം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആമുഖമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, പൊതുപരീക്ഷയാണ്. വളരെ കാര്യബോധത്തോടെ എടുക്കേണ്ട ഒരു പരീക്ഷ കൂടിയാണ്. അതുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ ഓരോരുത്തരും പഠിക്കണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരമാവധി നമ്മൾ അവലോകനം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ സഹിതം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തത്, യോജിച്ചവ എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ശരിയായത് എടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് അതേതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. ഫാത്തിഹ, ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു, അൽ ഇഖ്ലാസ്, ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ബ്രാക്കറ്റിലുണ്ട്. അപ്പൊ സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? അത് സുലുസുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ ഇജാസുൽ ഖുർആൻ എന്നുള്ളതിന്റെ അവസാന ഭാഗത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുലുസുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ആണ്. പിന്നെ സുബൈറു ബിനുൽ അവാം റളിയല്ലാഹു അൻഹു, സഈദ് ബിനു സൈദിൻ റളിയല്ലാഹു അൻഹു. ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? അത് സൂറത്തുൽ ഫാത്തിഹയാണ്. സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതുപോലെ ബ്രാക്കറ്റിൽ ആൻസർ തന്നിട്ട് നമ്മൾ എടുത്ത് എഴുതുന്ന ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷകളിലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അതാണ് വരാറുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ശരി അടയാളപ്പെടുത്തുക. ഭയങ്കരമായ ഒരു തീ പുറപ്പെടും. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ ഒരു അടയാളമായിരുന്നു അത്. ഭയങ്കരമായ ഒരു തീ പുറപ്പെടും. അത് എവിടെ നിന്നാണ്? മശരിക്കിലാണോ, യമനിലാണോ, മഗ്രിബിലാണോ? യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ യമനിൽ. വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചതാരാണ്? ഷാഫി ഇമാമാണോ, മാലിക് ഇമാമാണോ, അതോ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണോ? അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ച 4 ഇമാമിങ്ങളായിരുന്നു. അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ച 2 ഇമാമുകളും ഉണ്ടായിരുന്നു. ഈ 6 പേരുടെയും പേരുകൾ വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത് അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഇനി മൂന്നാമത്തത്, ഭ്രമണപഥത്തിൽ നീന്തുന്നു. ആരാണ്? ഗോളങ്ങളാണോ, മത്സ്യങ്ങളാണോ, കപ്പലുകളാണോ? ഗോളങ്ങൾ. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ എന്ന സൂറത്ത് യാസീനിന്റെ 40ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഗോളങ്ങളാണ് അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നത്. മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ, അതേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഒരു കാര്യമാണ് മദ്യപാനം. അത് ഹലാലാണ് എന്ന് പറയൽ, അത് ഷിർക്കാണോ, റിദ്ദത്താണോ, നിഫാഖാണോ? റിദ്ദത്താണത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്, മുർത്തദ്ദാവുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അങ്ങനെ പറയൽ. റിദ്ദത്താണ്, റിദ്ദത്ത്. ഇനി 5ാമത്തത്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ട സഹാബി ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണോ, മൂസ അലൈഹിസ്സലാം ആണോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അങ്ങനെ വധിക്കപ്പെട്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നേരത്തെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് ആര്? മുബ്തദിഉകൾ, പുത്തനാശയക്കാർ. സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് ഏതാണ്? ഗൈബ്, ഇൽമുൽ ഗൈബ് എന്നുള്ള പാഠം നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ, അത് സൃഷ്ടികൾ സാധാരണ അറിയാത്തതാണ്. പിന്നെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത ചില വ്യക്തികൾ, അവർക്ക് ഗൈബ് അറിയാം. അങ്ങേയറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ അതാര് മാത്രമേ ഉള്ളൂ? അല്ലാഹുവാണ് അങ്ങേയറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹതയുള്ളത്. ഇനിയോ, ഖുർആനിന്റെ അവതരണാരംഭം എവിടെ വെച്ച്? അത് ഹിറാ ഗുഹയിൽ വെച്ചാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ചത്. പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തിനെ കുറിച്ച്? ഇഹലോകത്തെ കുറിച്ച്, ഈ ദുനിയാവിനെ കുറിച്ച്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ്
ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇനി അടുത്തത് എണ്ണം എഴുതുക. സൂറത്ത് മക്കിയയുടെ എണ്ണം എന്തായിരുന്നു? മക്കിയ എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരിക്കുമ്പോൾ അവതരിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മക്കി എന്ന് പറയുക. മദീനയിലായിരിക്കുമ്പോൾ അവതരിക്കപ്പെട്ട സൂറത്തുകൾക്ക് മദനി എന്നും പറയും. അപ്പോൾ ഓരോ സൂറത്തിന്റെ മുകളിലും ഇത് മക്കിയാണോ മദനിയാണോ എന്നൊക്കെ ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മക്കിയായ സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? 86. ഖുർആനിന് മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ എത്രയാണ്? 3. തൗറാത്ത്, ഇൻജീൽ, സബൂർ. അതിനു പുറമെ 100 ഏടുകളും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി സൂറത്ത് മദനിയയുടെ എണ്ണം എത്രയാണ്? 28. ഇനി പൂരിപ്പിക്കുക. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിനെ നാമാണ് ഇറക്കിയത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ ഒരു ഭാഗമാണത്. അടുത്തത് അലാ ഇന്ന ഡാഷ് ലാ ഖൗഫുൻ ഡാഷ് യഹ്സനൂൻ. ഔലിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, അലാ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ പേടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ഒന്നും ഇല്ല ഔലിയാക്കന്മാർക്ക്. ഇനി മൂന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. ഇവിടെ പൂരിപ്പിക്കാനാണ്, ആൻസർ സഹിതമായതുകൊണ്ടാണ് ഒരുമിച്ച് വായിക്കുന്നത്. അഷ്ഹദു ഡാഷ് അല്ലാഹു വ അഷ്ഹദു. അങ്ങനെ അവിടെ വിട്ട ഭാഗമാണ്. ഇവിടെ ആൻസർ കൊടുത്തത് കൊണ്ട് മുഴുവനായിട്ട് വായിച്ചു എന്ന് മാത്രം. ഇത് ഏത് ഷഹാദത്ത് കലിമയാണ്? നമ്മൾ അവസാന പാഠത്തിൽ റിദ്ദത്ത് എന്ന പാഠത്തിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയാൽ, മുർത്തദ്ദായാൽ, പിന്നെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഏത് കലിമയാണ്, ഏത് ഷഹാദത്ത് കലിമ എങ്ങനെയാണ് ചെല്ലേണ്ടത്, ആ രൂപമാണ് ഇത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നെ ഇന്നി ബരീഉം മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. അതും കൂടെ പറയുമ്പോഴാണ് ഈ മുർത്തദ്ദായ ആള്, ഇസ്ലാമിൽ നിന്ന് പുറത്തായ ആള് പിന്നെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ചൊല്ലേണ്ട കലിമ അങ്ങനെയാണ്. ഏതൊരു കാര്യത്തിന്റെ മേലിലാണോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത്, അതിൽ നിന്ന് പൂർണ്ണമായി ഞാൻ ഒഴിവാകുന്നു എന്ന് സമ്മതിക്കൽ കൂടി ആവശ്യമാണ്. ഇനി ഉത്തരം എഴുതുക. ദുആ എന്നാൽ എന്താണ്? ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ഇനി അസ്സുന്നത്തു, ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഏതാണ്? അസ്സുന്നത്തു വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം. ഇജ്മാ എന്നാൽ എന്താ? നമ്മൾ പറഞ്ഞിരുന്നു, പരിശുദ്ധമായ ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങൾ, ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. അതിൽ ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ. ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം, അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത്. ഏത്? ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിച്ചൊരുക്കി നൈലിൽ ഇടണമെന്നുള്ളത്. നമ്മൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് വിശദീകരിച്ചത് ഈ ഒരു സംഭവത്തിലൂടെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിന്റെ ഗവർണറാക്കി നിയമിച്ചിരുന്നു. അങ്ങനെ അവിടുത്തെ ആളുകൾ മഹാനവറുകളോട് ഒരു പരാതി പറഞ്ഞു, നൈലിന്റെ ഒഴുക്ക് നിലക്കും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്താണ് അവർ ചെയ്യാറുള്ളത്? സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടും. അപ്പോൾ വീണ്ടും നൈൽ ഒഴുകും. പക്ഷെ ഇത് ഇസ്ലാമിന് എതിരാണ്, ഇസ്ലാമിന്റെ ആശയത്തിനെതിരാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആ പരാതി പറഞ്ഞപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി വിവരം അറിയിച്ചുകൊണ്ട്, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു കത്തെഴുതി നൈലിൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ എഴുതിയ കത്ത് ഇട്ടതിന് ശേഷം നൈൽ ഒഴുകാൻ തുടങ്ങി. പിന്നെ ഇന്നേ വരെ നിലച്ചിട്ടില്ല എന്നായിരുന്നു ചരിത്രം. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും കൂടെയാണത്. അടുത്തത് സാരം എഴുതുക. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ നിസ്കാരത്തിൽ സുജൂദിൽ ചൊല്ലാറുള്ള ദിക്റാണത്. അത്യുന്നതനായ എന്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കലോടൊപ്പം. പിന്നെയോ ഇന്ന ശിർക ലദുൽമുൻ അദീം. നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഷിർക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലാഹു പൊറുക്കാത്ത പാപം കൂടെയാണ്. ഇനി വ്യക്തമാക്കുക, ഇബാദത്ത് എന്നാൽ എന്താണ്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്.
അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. മുഅ്ജിസത്ത് എന്നാൽ എന്താണ്? അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. മുഅ്ജിസത്തും അതുപോലെ കറാമത്തും ഒക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ നബിമാർ അവർ നബിമാരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടിപ്പിക്കുന്ന ചില അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇനി അർത്ഥം എഴുതാൻ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാചാരം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. ഇൽമുൽ ഗൈബ് അദൃശ്യ ജ്ഞാനം. ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒക്കെ ഏകനാണ് എന്ന് പറഞ്ഞല്ലോ, അവിടെ വന്ന ഒരു പ്രയോഗമാണ് ദാത്ത്. ദാത്ത് എന്ന് പറഞ്ഞാൽ സത്ത. ഇതാണ് 5ാം ക്ലാസ്സിലെ കിതാബുൽ അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.